ഹായ് എവ്രി വൺ. നമ്മൾ പഞ്ചാബിലെത്തിയിട്ട് 1 ഇയറിന് ശേഷം ആദ്യമായിട്ട് പോകുന്ന ട്രിപ്പാണ്. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പ് പോകാനായിട്ട് അധികം അങ്ങനെ സ്പോട്ടുകളൊന്നും ഇല്ല. രണ്ട് സ്പോട്ടാണുള്ളത്. ഒന്ന് ഗോൾഡൻ ടെമ്പിൾ, സെക്കൻഡ് വൺ വാഗാ ബോർഡർ. അപ്പോൾ അവിടേക്ക് രണ്ട് സ്ഥലത്തേക്കും കൂടിയിട്ടുള്ള നമ്മുടെ ട്രിപ്പാണിത്. നമ്മൾ നേരത്തോടു കൂടി തന്നെ ഒരു കട്ടനടിച്ച് ഒരു 6:30 കൂടിയിട്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ വിചാരിച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് ഇത്. ദാറ്റ് മീൻസ് ഞങ്ങൾക്ക് ആ ട്രെയിൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നു. അതിനുശേഷം ഞങ്ങൾ കണ്ട ഫസ്റ്റത്തെ ട്രെയിൻ ജമ്മു തവിയിലോട്ട് പോകുന്നതായിരുന്നു. അത് പഠാൻകോട്ട് വഴി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ വെയിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ബിക്കോസ് വി ഹാവ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്. ജലന്ധർ ക്യാൻറ്റ് സ്റ്റേഷനിൽ നിന്ന് അമൃത്സറിലേക്ക് ഏകദേശം 80 കിലോമീറ്റേഴ്സ് ആണ് കണ്ടത്. അപ്പോൾ അവിടേക്ക് ഏകദേശം 2 hours ഒക്കെ ട്രാവൽ ഉണ്ട് ട്രെയിനിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ എത്താനായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഈ 2 സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറുമാരുടെ അടുത്ത് ഗൈഡൻസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ക്യാബ് വിളിച്ച് പോയവരുണ്ട്, പിന്നെ ഓട്ടോയിൽ ഡയറക്റ്റ് പോയവരുണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം 4,000-5,000 അടുത്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് 800 റുപ്പീസാണ് ടോട്ടൽ ട്രാവൽ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഹസ്ബൻഡ്. പ്രീ ബുക്കൊക്കെ ചെയ്ത് നമ്മൾ ക്യാബിലൊക്കെ പോകുന്ന ട്രിപ്പുകൾ നമുക്ക് ഒരുപാട് കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് ട്രെയിനിലും ബസ്സിലും കാറിലും ഫൈനലി എന്തിന് ഹോഴ്സ് റൈഡിന് പോലും ഞാൻ ഓക്കെയാണ്. ആൻഡ് വാട്ട് അബൌട്ട് യു ഗൈസ്? കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അമൃത്സറിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങളത് ഈ ചേട്ടൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ കൂടെ ഓട്ടോ ഷെയർ ചെയ്യാൻ ഒരു 3-4 പേരുണ്ടായിരുന്നു. ജസ്റ്റ് 40 റുപ്പീസിന് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസ് വരെ ഈ ചേട്ടൻ എത്തിച്ചു തന്നു. നല്ല ഐസ് കട്ട പോലെയാണ് ഞങ്ങൾ രണ്ടവിടെ ഇറങ്ങിയത്. ഇറങ്ങിയ വഴിക്ക് ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ഇതായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു കാണാൻ. ഒരുപാട് പീജൻസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ടൂറിസ്റ്റും അവിടെയുള്ള ലോക്കൽസൊക്കെ അതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോഗ്രാഫിക്കുള്ള സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് കപ്പിൾസൊക്കെ അവിടെ വന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നു. ഞാനും ഒരു ക്യൂരിയോസിറ്റിയിൽ അവിടെ ഒരു വീഡിയോ ചെയ്തു. പക്ഷെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പീജൻസിൻ്റെ ഫുഡിൽ ഞാനൊന്ന് ചവിട്ടിയൊക്കെ പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നുള്ള ഏതോ ഒരു ലോക്കൽ ചേട്ടൻ്റെ നിന്ന് എനിക്ക് നല്ല ചീത്തയൊക്കെ കേട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. ഇൻ ദ മീൻ ടൈം ചേട്ടൻ വാഗാ ബോർഡറിലോട്ടും തിരിച്ചും വരാനുള്ള ഓട്ടോ ഡീൽ ചെയ്ത് സെറ്റാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് ഗോൾഡൻ ടെമ്പിളിലോട്ട് നടന്ന് കുറച്ച് ദൂരം അവിടെ നിന്ന് പോകാനുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ പാർട്ടീഷൻ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ ജാലിയൻവാല ബാഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആയിരുന്നു. ഞങ്ങൾ അതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ട് ഞങ്ങളത് കാണാനും അതിനൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ ചുമ്മാ നടന്നു പോയി. ഈ നടക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയൊക്കെ കാണാം. നല്ലൊരു യൂറോപ്യൻ ടച്ചിൽ ആ ഒരു റൂട്ട് മുഴുവൻ സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ്. അവിടെയും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഐ തിങ്ക് 1 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ നടക്കാനുണ്ട് ഈ ഒരു റൂട്ട് ഗോൾഡൻ ടെമ്പിൾ എത്തുന്നതിന് മുമ്പ്. ഈ ഒരു 1 കിലോമീറ്റർ ഫുള്ള് നമുക്ക് ഷോപ്പിങ്ങിനുള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. ബാഗുകളായിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ, ഷോളുകളായിക്കോട്ടെ, പഞ്ചാബി ഷൂസ് ആയിക്കോട്ടെ, അങ്ങനെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ബട്ട് ഗൈസ്, ഐ ലവ് വിൻഡോ ഷോപ്പിംഗ്. ചുമ്മാ ഇങ്ങനെ നടന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുക. ഇപ്പം നിങ്ങൾ കാണുന്നത് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സ്റ്റാച്ചു ആണ്. 19th സെഞ്ച്വറിയിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് സബ് കോണ്ടിനെൻ്റ് തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ആയിരുന്നു അദ്ദേഹം. നമ്മൾ ഫൈനലി നടന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫൈനൽ വ്യൂവിലോട്ടെത്തി. ഇതാണ് നമുക്ക് കിട്ടിയ വ്യൂ. ദി ഗ്രേറ്റ് മാഗ്നിഫിസൻറ്റ് ഹിസ്റ്റോറിക് ഗോൾഡൻ ടെമ്പിൾ. അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ഫോഗുള്ള ഒരു ദിവസമാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയത്. ഇതിന് മുമ്പത്തെ 2 ദിവസം നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ റിയൽ സ്പാർക്ലിങ് ഇഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഭയങ്കര മങ്ങിയ ഒരു ഗോൾഡൻ ടെമ്പിൾ ആയിട്ടാണ് നമ്മൾ കണ്ടത്. സ്റ്റിൽ നമ്മളത് അവിടെ എൻജോയ് ചെയ്തു. ഒരു ഹിസ്റ്റോറിക് പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്തല്ലോ. അവിടെ സെക്യൂരിറ്റീസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അവിടെ പോലെ കയ്യും കെട്ടി കണ്ണുരുട്ടി നിൽക്കുന്ന പോലെയല്ല. ഗണ്ണോ നൈഫോ അല്ല, അവരുടെ കയ്യിൽ റിയൽ കുന്തമായിരുന്നു ഗൈസ്. ലുക്ക്, ദാറ്റ് ഈസ് ദ കുന്തം. നമ്മൾ നല്ല സ്റ്റൈലായിട്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഒക്കെ ചേട്ടന്മാരെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആൻഡ് റിമെമ്പർ ഗൈസ്, ദ റീസൺ ഇതാണ്. നമ്മൾ കൈ കൂപ്പിൽ പിടിച്ച് നല്ല വിനയത്തോടും ആദരവോടും കൂടിയിട്ടാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ. ഇതുവരെ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇനി അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. അതിനൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ഓരോ മൂമെൻറ്റ്സും അതൊരു ടെമ്പിൾ ആണെന്നുള്ള ഒരു കൺസിഡറേഷനിൽ വേണം നമ്മളവിടെ പോകാനായിട്ട്. നമ്മുടെ ഡ്രസ്സിങ്ങിലായാലും അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ ഭയങ്കര അടക്കം ഒതുക്കം ഉള്ളതായിരിക്കണം.
അത്രയും ഫ്രീസിങ് ടെമ്പറേച്ചറിലാണ് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അവിടെ ഷൂസും സോക്സും ഒക്കെ അഴിച്ച് വെച്ചിട്ടാണ് ഇത്രയും ദൂരം. അവിടെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, അതിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളുഭാഗത്തിലേക്ക് നമ്മൾ എത്തിയത്. 1.5 ലാഖിന് മുകളിൽ ആൾക്കാർ ഡെയിലി ബേസിസിൽ അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് അവിടെ ഡെയിലി ഊട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഊട്ട് അവിടെ ലങ്കാറാണ്. ചപ്പാത്തി, റൈസ്, പിന്നെ 2 തരം ദാൽ കറി, പിന്നെ ഡെസേർട്ടായിട്ട് ഒരു ഐറ്റം. ഇത്ര ഐറ്റമാണ് അവരുടെ ലങ്കാറിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ വന്നാലും ഒരു ഡിലേയും ഇല്ലാതെ നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. പിന്നെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം ചപ്പാത്തി വാങ്ങുകയാണെങ്കിലും 2 കൈ ഉയർത്തി ദാനം സ്വീകരിക്കുന്ന പോലെ വേണം നമ്മളത് സ്വീകരിച്ച് കഴിക്കാനായിട്ട്. അത് ലങ്കാറിന് മാത്രമല്ല, അവരെവിടെ പ്രസാദം കൊടുക്കുകയാണെങ്കിലും 2 കൈ നീട്ടി വേണം സ്വീകരിക്കാൻ. ഞാൻ എല്ലാവരും വാങ്ങുന്ന പോലെ ചുമ്മാ വരിയിൽ നടന്ന് ഒരു കൈ നീട്ടി വാങ്ങിയപ്പോൾ എനിക്ക് തന്നില്ല, തൊട്ടപ്പുറത്തെ ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ ആ ചേച്ചി എനിക്ക് ആക്ഷൻ കാട്ടി പറഞ്ഞു, ഇങ്ങനെയല്ല 2 കൈ നീട്ടി വാങ്ങണം എന്ന് പറഞ്ഞു. ഇത്രയാണ് ഗൈസ് ഞങ്ങളുടെ ഗോൾഡൻ ടെമ്പിൾ എക്സ്പീരിയൻസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ, ടേക്ക് കെയർ.